ഓച്ചിറയിൽ നിന്ന് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിനിയായ നാടോടി പെൺകുട്ടിയെ മുംബൈയിൽ നിന്ന് കണ്ടെത്തി. 10 ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടിയെയും ഒപ്പമുള്ള റോഷൻ എന്ന യുവാവിനെയും കണ്ടെത്തുന്നത്. ഏറെ വിവാദമായ കേസിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് റോഷനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും അവസാനമായി വന്ന വിവരം. എന്നാൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നു. എന്നാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പോക്സോ നിയമപ്രകാരം കുറ്റമാണ്. കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ യുവാവിന്റെ ബന്ധുക്കൾ ശ്രമിക്കുന്നത് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. പെൺകുട്ടിക്ക് വയസ്സ് തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ഇല്ല. അക്കാരണത്താൽ തന്നെ അതിലൂടെ പഴുതുകൾ അടച്ച് കേസ് ഒതുക്കി തീർത്ത് യുവാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നതായും സൂചനകൾ പുറത്തുവരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ടത്ര നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുമുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടുപോയ റോഷനെയും മുംബൈയിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് വിവരങ്ങൾ. 2 ദിവസം മുമ്പാണ് ഇവർ മഹാരാഷ്ട്രയിൽ എത്തുന്നത്. ആദ്യം പോയത് ബംഗളൂരിലേക്കാണ്. അവിടെ 2 ദിവസം താമസിച്ചു. അതിനുശേഷം രാജസ്ഥാനിലേക്ക് പോയി. പിന്നീട് എത്തുന്നത് മഹാരാഷ്ട്രയിലാണ്. 4 ദിവസത്തിന് മുൻപാണ് പെൺകുട്ടിയും യുവാവും മഹാരാഷ്ട്രയിൽ എത്തിയതെന്നാണ് വിവരങ്ങൾ. അതിനിടെ നാട്ടിലേക്ക് ഇവർ വിളിച്ച ഫോൺ കോളുകൾ പരിശോധിച്ച് അവ പിന്തുടർന്നാണ് പോലീസ് മുംബൈയിലെത്തിയത്. പെൺകുട്ടിയെ കണ്ടെത്തിയതിനു ശേഷം പെൺകുട്ടിയുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തും. വൈദ്യ പരിശോധനകളും നടത്തും. അതിനുശേഷമായിരിക്കും കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അന്വേഷണ സംഘം ഇതുവരെയും തയ്യാറായിട്ടില്ല. നിരന്തരം യാത്ര ചെയ്യുകയായിരുന്നതിനാൽ ഇവരെ പിന്തുടരുക എളുപ്പമല്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ബൈക്ക് വിറ്റ് 80,000 രൂപ മുഹമ്മദ് റോഷന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നും 2 പേരും ഫോൺ ഉപയോഗിക്കാതിരുന്നതും പോലീസിനെ കുഴക്കിയിരുന്നു. പലപ്പോഴും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരിൽ നിന്ന് ഫോൺ വാങ്ങിയാണ് നാട്ടിലേക്ക് ബന്ധപ്പെട്ടിരുന്നത്. CPM മേമന തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി നവാസിന്റെ മകൻ കൂടിയാണ് റോഷൻ. നാടോടി സംഘത്തിൽപ്പെട്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത വൻ കോളിളക്കമാണ് ഉണ്ടാക്കിയിരുന്നത്. വലിയ രാഷ്ട്രീയ വിവാദമായി പോലും വളർന്ന കേസിൽ പെൺകുട്ടിയെ കണ്ടെത്തുക എന്നതും അന്വേഷണ സംഘത്തിന് മുന്നിലെ വലിയ സമ്മർദ്ദം തന്നെയായിരുന്നു. കേരളത്തിന് അകത്തും പുറത്തും അന്വേഷണ സംഘം ഉണ്ടായിരുന്നുവെങ്കിലും തുമ്പൊന്നും കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെൺകുട്ടിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് വേണ്ടത്ര നടപടി സ്വീകരിച്ചിരുന്നില്ല. നാട്ടുകാർ ഇടപെട്ടതിന് ശേഷമാണ് പോലീസ് തുടർ അന്വേഷണം നടത്തിയത് എന്ന ആക്ഷേപങ്ങളും പുറത്തുവരുന്നു. കഴിഞ്ഞ 1 മാസമായി ഓച്ചിറ വലിയകുളങ്ങര പ്രദേശത്താണ് തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ കുടുംബം താമസിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള വഴിയോര കച്ചവടക്കാരാണിവർ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബമാണിത്. ഒരു സംഘം ആളുകൾ ഇവർ താമസിക്കുന്ന ഷെഡിൽ അതിക്രമിച്ചു കയറി. തടയാൻ ശ്രമിച്ചപ്പോൾ അച്ഛനമ്മമാരെ മർദ്ദിച്ച് അവശരാക്കി വഴിയിൽ തള്ളിയ ശേഷമായിരുന്നു പെൺകുട്ടിയുമായി കടന്നത്. എന്തായാലും തട്ടിക്കൊണ്ടുപോയ യുവാവ് CPM ഒരു നേതാവിന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ കേസ് ഒത്തുതീർപ്പാക്കാൻ രാഷ്ട്രീയ തലത്തിൽ നിന്ന് വരെ പോലീസിന് സമ്മർദ്ദമുണ്ടായേക്കാമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടിക്ക് വയസ്സ് തെളിയിക്കുന്ന രേഖകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. എന്തായാലും കേരള പോലീസിനെ ഏറെ സമ്മർദ്ദത്തിലാക്കിയ കേസായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ കേസ് ഏത് തരത്തിൽ മുന്നോട്ട് പോകും? ഒരു സൈഡിൽ CPM നേതാവിന്റെ മകനും മറു സൈഡിൽ രാജസ്ഥാനിൽ നിന്ന് വന്ന നാടോടി കുടുംബവുമാണ്. എന്തായിരിക്കും ഇനി ഈ കേസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.